everyone, welcome to Competitive Cracker. ഞാൻ കീർത്തൻ. ജനുവരി സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ഒരു ടൈമാണ് ഇപ്പോൾ അല്ലെ. അപ്പൊ എല്ലാവരും അതിന്റെ ധൃതിയിലായിരിക്കും. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുന്നു അത്രയും നല്ലതായിരിക്കും കേട്ടോ. ഒരിക്കലും ലാസ്റ്റ് ഡേറ്റിന് വരെ വെയിറ്റ് ചെയ്യണ്ട. കാരണം എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസമോ 2 ദിവസമോ വെയിറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇല്ലാതെ ആവുമല്ലോ. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു എക്സാം വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് എഴുതുന്ന ഒരു എക്സാം ആണ് അല്ലെ. അത്രയും സീരിയസ് ആയിട്ട് എഴുതുന്ന ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോഴും ചെറിയ ചെറിയ സില്ലി മിസ്റ്റേക്സ് വരുത്താതെ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. കാരണം ഈ ചെറിയ സില്ലി മിസ്റ്റേക്സ് കാരണം നമ്മുടെ ഇത്രയും ഒരു 6 മാസത്തെ പ്രിപ്പറേഷനും നമ്മുടെ ഭാവിയും ഒക്കെയാണ് നമുക്ക് നഷ്ടമാവുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? ആപ്ലിക്കേഷൻ നമ്മൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ വരുത്തുന്ന കോമൺ മിസ്റ്റേക്സ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇൻഫർമേഷൻ ബ്രോഷറിൽ തന്നെ വളരെയധികം ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം എന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഇൻഫർമേഷൻ ബ്രോഷറിലുണ്ട്. ആ ഭാഗമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? ഇത് നമ്മുടെ LBSന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കേരള സെറ്റ് ജനുവരി 2025 ഇൻഫർമേഷൻ ബ്രോഷർ ആണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും നിങ്ങളുടെ ക്ലാരിഫൈ ചെയ്യുന്ന തരത്തിലുള്ള പ്രോപ്പർ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് കേട്ടോ. നിങ്ങൾ അതെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് തിങ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഫസ്റ്റ് ഇയറിൽ PGയോ അല്ലെങ്കിൽ BEdോ ചെയ്യുന്ന വിദ്യാർത്ഥികൾ, അതായത് PG ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസോ അല്ലെങ്കിൽ BEd ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസോ. ഇപ്പൊ PG ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇവർക്ക് ഓൾറെഡി BEd ഉണ്ടാവും. അപ്പൊ PG ഞാൻ ഫസ്റ്റ് ഇയർ ആയില്ലേ, ഇനി എനിക്ക് സെറ്റ് എക്സാം എഴുതിക്കൂടെ എന്ന് വിചാരിക്കും. ഇതേപോലെ തന്നെ തിരിച്ചും BEd ഫസ്റ്റ് ഇയർ ഉള്ളവര് PG ഉള്ളവരുണ്ടാവും, ഓൾറെഡി PG ഹോൾഡേഴ്സ് ആയിരിക്കും. പക്ഷെ സെറ്റ് എഴുതാം എന്ന് ഇവർ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഒരിക്കലും ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് കേരള സെറ്റ് എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി ഇല്ല കേട്ടോ. നമ്മൾ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ്, അതും ഇപ്പൊ നമ്മൾ PG സെക്കൻഡ് ഇയർ ആണെങ്കിൽ ഓൾറെഡി BEd നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ നിങ്ങൾ BEd സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് PG ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി നിങ്ങൾക്കുള്ളൂ കേട്ടോ. അപ്പൊ ഇത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ നിലവിൽ, അതായത് എക്സാമിനേഷൻ മന്ത് വെച്ച് നിങ്ങൾ നോക്കുക കേട്ടോ. ജനുവരി മന്തിൽ നിങ്ങളുടെ എക്സാമിനേഷൻ കഴിയും. അത് വെച്ചിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ. ഈ സെക്കൻഡ് പോയിന്റ് നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ റിസർവേഷൻ കാറ്റഗറിയെ പറ്റിയിട്ടാണ് അല്ലെ. എന്താണ്, നമ്മൾ എല്ലാവരും ഏത് കാറ്റഗറിയിലാണ് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത്, നമ്മൾ ഏത് കാറ്റഗറിയിൽ ബിലോങ് ചെയ്യുന്ന കുട്ടികളാണെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവും അല്ലെ. അപ്പൊ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇത് തെറ്റിക്കരുത്. അതായത് നമ്മുടെ എക്സാമിനേഷന്റെ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തതിന് ശേഷം 3 ദിവസം കറക്ഷൻ വിൻഡോ ഒക്കെ ഓപ്പൺ ആവും. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താൻ പറ്റും. പക്ഷെ ഒരിക്കലും ആ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുമ്പോൾ പോലും നിങ്ങൾക്ക് റിസർവേഷൻ കാറ്റഗറിയിൽ തിരുത്ത് വരുത്തുവാൻ അനുവദിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്നുള്ളത് ഡബിൾ ചെക്ക് ചെയ്ത്, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ലല്ലോ, കൃത്യമല്ലേ, എല്ലാം പ്രോപ്പർ അല്ലേ എന്ന് ഡബിൾ ചെക്ക് ചെയ്യുക കേട്ടോ. റിസർവേഷൻ കാറ്റഗറി ഡബിൾ ചെക്ക് ചെയ്യണം. ബാക്കിയുള്ള ഇൻഫർമേഷൻസും നല്ല രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്ഷൻ വിൻഡോ എന്നുള്ള പ്രോസസ്സിന്റെ ആ ഒരു ഇതിലേക്കൊന്നും നമുക്ക് പോവാതെ തന്നെ സേഫ് ആയിട്ട് നമുക്ക് ഇരിക്കാം. സോ റിസർവേഷൻ കാറ്റഗറിയുടെ കാര്യം എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരിക്കലും ചേഞ്ച് അനുവദിച്ചിട്ടില്ല. ഒരിക്കൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ കാറ്റഗറിയിൽ നിന്ന് നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റില്ല. അപ്പോ സെറ്റ് നിങ്ങൾ ഇനി എക്സാം എഴുതി ക്വാളിഫൈ ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ ഈ ഒരു കാറ്റഗറി തിരുത്തി കൊടുത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് സെറ്റിന്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യില്ല. അപ്പൊ എന്തൊരു സങ്കടമുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ ബ്രോഷറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതിയ സ്ഥിതിക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒരിക്കലും അത് തെറ്റിക്കാൻ പാടില്ല. അടുത്ത തേർഡ് പോയിന്റ് എന്താ എഴുതിയിരിക്കുന്നത്, ആപ്ലിക്കേഷൻ ഫീ ഓൺലൈൻ ആയിട്ട് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. മാത്രമല്ല ഇത് ഒരിക്കലും റീഫണ്ട് ചെയ്യുകയില്ല. ഈ 2 കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരിക്കലും നമ്മൾ കേരളത്തിലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് തപാൽ വഴിയൊക്കെ അപേക്ഷിക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. പക്ഷെ ഒരിക്കലും കേരള സെറ്റ് എക്സാമിനേഷന്റെ ഓൺലൈൻ ആയിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും അപ്ലൈ ചെയ്യുന്നതും പേയ്മെന്റ് ഫീസ് പേ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ആയിട്ട് തന്നെയാണ് കേട്ടോ. അതും കൂടാതെ തന്നെ ഒരിക്കലും ഏതൊരു സാഹചര്യത്തിലും ഇത് റീഫണ്ട് ചെയ്യുന്നതായിരിക്കില്ല. ഇനി നെക്സ്റ്റ് വൺ എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മള് കാൻഡിഡേറ്റ്സിനെ എക്സാമിനേഷന് പ്രൊവിഷണലി ആണ് അഡ്മിറ്റ് ചെയ്യുന്നത്. അതായത് സെറ്റ് പാസ് സർട്ടിഫിക്കറ്റ് വിൽ ബി ഇഷ്യൂഡ് ഓൺലി ആഫ്റ്റർ ദ വെരിഫിക്കേഷൻ ഓഫ് റെലവെന്റ് ഡോക്യുമെന്റ്സ്. അതായത് നിങ്ങൾ ഓൺലൈന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും.
നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ത്, ഇതെല്ലാ ഡീറ്റെയിൽസും പ്രോപ്പർ ആൻഡ് നിങ്ങളുടെ ഒറിജിനൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇത് നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇത് LBS നോക്കി വെരിഫൈ ചെയ്യൊന്നുമില്ല എക്സാമിനേഷൻ കഴിയുന്നത് വരെ. എക്സാമിനേഷൻ കഴിഞ്ഞ ശേഷം നിങ്ങൾ എലിജിബിൾ ആണ്, നിങ്ങളുടെ ഒരു പാസ് മാർക്ക് കടന്ന് നിങ്ങൾ പോയിട്ടുണ്ട്, സെറ്റ് എലിജിബിലിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീടാണ് നമ്മുടെ എന്ത് ചെയ്യുക, LBS നിങ്ങളുടെ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യും. അപ്പൊ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങളുടെ ഏത് കാറ്റഗറി ആണോ അതിനനുസരിച്ചിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. എല്ലാം പ്രോപ്പർ ആയിട്ട് നടന്നാൽ മാത്രമേ നിങ്ങൾക്ക് സെറ്റ് എലിജിബിലിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അപ്പൊ എന്താണ്, നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതിയിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ഒരു അവസ്ഥ ആവണ്ടല്ലോ, ഒരിക്കലും വേണ്ട അല്ലെ. അപ്പൊ എല്ലാവരും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. അതേപോലെ വേറൊരു കാര്യം എന്താ പറഞ്ഞിട്ടുള്ളത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആൻസർ കീ ചാലഞ്ച് ചെയ്യുമ്പോൾ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിൽ ഒരിക്കലും അത് പെർമിറ്റ് ചെയ്യുകയില്ല. അതായത് ആൻസർ കീ ചാലഞ്ച് ചെയ്യുമ്പോൾ ഈ ഒരു നിങ്ങൾ LBS പ്രൊവിഷണൽ ആൻസർ കീയിൽ തന്നിട്ടുള്ള ആൻസർ തെറ്റാണ്, വേറൊരു ഓപ്ഷൻ ആണ് ശരി എന്നാണ് നമ്മൾ ചാലഞ്ച് ചെയ്യുന്നത് അല്ലെ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ വേറൊരു ഓപ്ഷൻ ആണ് ശരി എന്ന് പറയുന്നതിന് വാലിഡ് ആയിട്ടുള്ള ഒരു പ്രൂഫ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഇല്ലാത്ത ഒരു ചാലഞ്ചും അവര് ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ ഒന്നാമത്തെ കാര്യം ഇവിടെ പറഞ്ഞ പോലെ അവിടെ ഒരു വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ഉണ്ടാവണം എന്നുള്ളതാണ്. ഇതിനൊരു സെക്കൻഡ് സ്റ്റെപ്പ് കൂടി ഉണ്ട്. എന്താണത്? അതായത് നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിലുള്ളതായിരിക്കണം. അതായത് ഇപ്പൊ നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്ത് പഠിക്കുന്ന റെഫറൻസ് ബുക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, വലിയ വലിയ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ നിന്നൊക്കെ ഉള്ള ഒരു സ്നാപ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഒരു PDF ആയിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയുള്ള വാലിഡ് ഡോക്യുമെന്റ്സേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അല്ലേ. പക്ഷെ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യണം. ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഉണ്ട്, അതിൽ നിങ്ങളൊരു ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യണം. പ്രിൻസിപ്പൽ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ളത് ആയിരിക്കണം കേട്ടോ. നമ്മുടെ LBSന്റെ വെബ്സൈറ്റിൽ ഇതിന്റെ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് എന്ന് പറയുന്നത് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് പോയിട്ട് അത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ പ്രിൻസിപ്പലെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ച് ഈ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ആരും ഈ മിസ്റ്റേക്സ് ഒന്നും വരാതെ ശ്രദ്ധിക്കുക. നമ്മുടെ ജാനുവരി സെറ്റ് എന്തായാലും ക്രാക്ക് ചെയ്യണം. ഇനി എങ്ങാനും നിങ്ങൾക്ക് റിവിഷനൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ബാച്ചിൽ ഇപ്പോഴും അഡ്മിഷൻ എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ സെറ്റ് ജാനുവരി 2025 കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കും. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.